മീർപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ ജഗു എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനുണ്ട്. ജഗുവിന് 2 കുട്ടികൾ, രാജു പിന്നെ മിനി. അച്ഛാ, നമ്മൾ പണ്ട് തൊട്ട് തന്നെ പാവപ്പെട്ടവരാണോ? ഇല്ല മോനെ, പണ്ടൊക്കെ നമ്മൾ പാവപ്പെട്ടവരല്ലായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാട്ടിലൊരു പന്നീർ വീട് കിട്ടിയിരുന്നു. നിനക്കറിയോ, ആ വീട്ടില് എത്ര പന്നീർ എടുത്താലും എൻ്റെ അച്ഛൻ ആ മായ പന്നീർ വീട്ടിൽ നിന്ന് കുറെ പന്നീർ എടുത്തിട്ട് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വ്യാപാരം ചെയ്യുമായിരുന്നു. ആ പന്നീറിന്റെ വ്യാപാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ പൈസക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഗ്രാമത്തിന്റെ തലവനായ കബീർ സിംഗ് ആ മായ പന്നീർ വീടുള്ളതിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞു. ഉപേന്ദ്ര, നിനക്ക് കാട്ടിലൊരു മായ പന്നീർ വീടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയത്. പിന്നെ സ്വത്തുള്ള കാര്യത്തില് ഞാൻ നിന്നെക്കാട്ടും വലിയ പൈസക്കാരനാവും. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കടകളിലും ഞാനാണ് പന്നീർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റിയുള്ള എല്ലാ സാധനത്തിനും എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. നീ എന്റെ അടുത്ത് പറയാതെ മായ പന്നീർ കൊണ്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അയാൾ നമ്മളുടെ മുത്തശ്ശന്റെ അടുത്തുനിന്ന് എല്ലാം എടുത്തു പറിച്ചെടുത്തു. പിന്നെ അദ്ദേഹത്തിനെ ഗ്രാമത്തെ വിട്ടും പുറത്താക്കി. പിന്നെ എന്റെ അച്ഛൻ ഈ ഗ്രാമം മുഴുവനാണ് ചുറ്റി വന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഓട്ടിവെച്ചത്. അന്ന് തൊട്ടാണ് മക്കളെ നമ്മൾ പാവപ്പെട്ടവരായത്. അച്ഛാ, ആ മായ പന്നീർ വീട് ഇന്നും കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്? ഇല്ല മോനെ, ആ മായ പന്നീറിന്റെ വീടിനെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയില്ല. ആ പഞ്ചായത്ത് തലവർ പന്നീർ വീട്ടിൽ പോയി പന്നീർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് തന്നെ മറഞ്ഞു പോയോലെ. അന്ന് തൊട്ട് ആ പന്നീറിന്റെ കഥ ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ചില സമയങ്ങളിൽ ജഗുവിന്റെ കുടുംബാവസ്ഥ വളരെ മോശമാകും. അച്ഛാ, ഇന്ന് രാജുവിന് തീരെ സുഖമില്ല. ഞങ്ങൾ 2 ദിവസമായി 2 പേരും എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരിച്ചാ? ശരി മോളെ, ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അന്ന് ഗ്രാമത്തിൽ ജഗു എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒന്നും നൽകിയില്ല. ജഗു ആ തലവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴാണ് ജഗുവിന് അവരുടെ വീട്ടിൽ നിന്നും നല്ല ചൂട് പുറട്ടയുടെ മണം വന്നത്. ചേട്ടാ, ഒന്ന് കതവ് തുറക്കാൻ പറ്റുമോ? ഞാനാണ് ജഗു വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരാൻ പറ്റുമോ? ജഗു, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെയും പിടിച്ചിട്ട് നിന്നെ ഈ ഗ്രാമത്തിൽ വിട്ട് തന്നെ പുറത്താക്കി കളയോ, മനസ്സിലായോ? നിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വെച്ചത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് ആലോചിച്ചോളൂ. തലവൻ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരെ അയക്കുന്നതിന് മുൻപ് ജഗു അവരുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തലവൻ തന്റെ വീടിനെ പൂട്ടിയിട്ട് തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എവിടേക്കോ പോയി. ജഗു ആലോചിച്ചു. എന്നിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. മതില് കയറിയിറങ്ങി അദ്ദേഹം തലവന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു 5-6 ബൊറട്ട മോഷ്ടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അന്ന് ആ ബൊറട്ട ജഗുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉച്ച സമയമായപ്പോൾ ഗ്രാമത്തിൽ ആരുമില്ലാത്ത സമയത്ത് ജഗുവും അവന്റെ കുട്ടികളും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ജഗുവിന്റെ വീട്ടിന്റെ കതക് പൊട്ടിച്ചു. ജഗുവും അവന്റെ കുട്ടികളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. വാതിൽക്കൽ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ആളുകളും കയ്യിൽ കമ്പോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. എടാ ജഗു, നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? നീ എന്റെ വീട്ടിൽ തന്നെ കേറി മോഷ്ടിക്കുമല്ലേ? നീ ചെയ്ത കാര്യങ്ങളൊക്കെ CCTVയിൽ ഞാൻ എല്ലാം കണ്ടോടാ കള്ള. എടാ, 2 പേരും ചേർന്ന ജഗുവിനെ അടിച്ച് പൊളിക്കടാ. ഇവര് 3 പേരെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു. തലവന്റെ ആളുകൾ ജഗുവിനെ വളരെ മോശമായി അടിക്കാൻ തുടങ്ങി. രാജുവിനും എനിക്കും തന്റെ അച്ഛൻ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് കാണാൻ സഹിച്ചില്ല. 2 പേരും അവരവരുടെ കയ്യിലുള്ള ആയുധമെടുത്തു. തലവന്റെ ആളുകളുടെ തലയിൽ അതിൽ കല്ല് വെച്ച് അടിച്ചു. 2 പേരും അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അയ്യോ, യുവമാര് നമ്മൾ അടിച്ചല്ലോ. അച്ഛാ, വേഗം വരൂ, നമുക്ക് ഓടിപ്പോവാം. അതിനുശേഷം അവർ 3 പേരും കാടിനെ നോക്കി ഓടി. തലവന്റെ 2 ആളുകളും അവരുടെ പിന്നാലെ ഓടി. എടാ ജഗു, നീ ഏതുവരെ ഓടും നമുക്ക് നോക്കാം.
നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. തലവന്റെ ആളുകൾ രണ്ടുപേരും അടികൊണ്ട സിംഹത്തെ പോലെ അവരെ വിരട്ടിക്കൊണ്ടുപോയി. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയില്ല അച്ഛാ. ഇനി എന്തു ചെയ്യാനാ? ജഗു എന്തു കരുതിയെന്നാൽ താനും തന്റെ മക്കളും കുടുങ്ങിയത് തന്നെ എന്ന് കരുതി. അപ്പോഴാണ് ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന പന്നീർ വീട് കണ്ടത്. 3 പേരും ആ പന്നീർ വീടിനകത്തേക്ക് ചെന്നു. തലവന്റെ ആളുകൾ രണ്ടുപേരും ആ പന്നീർ വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുൻപേ ആ പന്നീർ വീട് മാഞ്ഞുപോയി. പന്നീർ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ മായ പന്നീർ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പന്നീർ ആവശ്യമോ നിങ്ങൾ എടുത്തിട്ട് പോവാം. എടാ പന്നീരെ, നീയാണോ പഴയ പന്നീരാണോ? എന്റെ അച്ഛന് കിട്ടിയ ആ പഴയ വീടാണോ? ഞാനാണത്. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാണ്, എന്നെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ എന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മറഞ്ഞു പോവും. പക്ഷേ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. അവസാനം ആ ഗൂർ തലവനെ അറിഞ്ഞു പോയി. വേറെ വഴിയില്ലാതെ ഞാനും അറിഞ്ഞുപോയി. നിന്റെ അച്ഛൻ ചെയ്ത അതേ തെറ്റ് തന്നെ ദയവായിട്ട് നീയും ചെയ്യാൻ പാടില്ല. ചെയ്യില്ല, തീർച്ചയായിട്ടും അതുപോലെ തെറ്റ് ഞാൻ ചെയ്യേയില്ല. പിന്നെ നിന്നെ പറ്റി ഞാൻ ആരെടുത്തും പറയേയില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നീ തന്നെ പറയണം. അതിനെപ്പറ്റി നീ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും വയറു നിറയെ പന്നീർ കഴിച്ചു. പനീർ നല്ല രുചിയുണ്ട് അച്ഛാ. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെനില ഫ്ലേവർ പാലിലിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് അച്ഛാ. കുട്ടികളെ, നാളെ തൊട്ട് നമുക്ക് പന്നീർ വിൽക്കാം. പക്ഷേ നമ്മൾ കണ്ണും മൂടി വെക്കുന്ന പോലെ വില വെക്കാൻ പാടില്ല. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. മറുവശത്ത് തലവൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. എടാ, നിങ്ങൾ 2 പേരും എന്റെ പേര് നാണം കെടുത്തിയല്ലോ. 2 അടിയും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അവര് 3 പേരും കാട്ടു പോയിട്ട് കാണാതായി പോയിന്ന്. ഇപ്പൊ ഞാൻ രംഗേനെയും മുന്നേനെയും അയക്കേണ്ടി വരും തോന്നുന്നല്ലോ. തലവൻ തന്റെ ആളുകളെ കാട്ടിനു പുറത്തായി കാവലിനായി നിർത്തി. തലവന്റെ ആളുകൾ നോക്കി, അതായത് ജഗു, രാജു പിന്നെ മിനി 3 പേരും പന്നീർ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു. അവരിക്കാര്യം തലവനോട് ചെന്ന് പറഞ്ഞു. പോയ പ്രാവശ്യം ആ പന്നീർ വീട് എങ്ങനെയാണ് കാണാതെ പോയെന്ന് അറിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ശരി, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം ജഗുവിന്റെ കുടുംബം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തലവൻ അവരെ പിടികൂടി. എന്നിട്ട് 3 പേരുടെ കൈകളും കെട്ടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ ആരും മിണ്ടാതെ എന്നെ ആ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാതെ പോലെ ഞാൻ അതങ്ങ് മാറ്റിക്കാളിയും, മനസ്സിലായോ? ജഗു, രാജു പിന്നെ മിനി തലവനെ മണിക്കൂറോളം ചുറ്റിക്കറങ്ങാൻ വെച്ചു. പക്ഷെ ആ പന്നീർ വീടുള്ള സ്ഥലത്തേക്ക് അവർ പോയതേയില്ല. ജഗു, കൊറേ നേരമായി നീ എന്റെ അടുത്ത് കളിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടാ, ഈ 2 കുട്ടികളെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് പോയി ഇട്ടേക്ക്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി തരാം. അവസാനം ജഗു തലവനെ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണോ ആ പന്നീർ വീട്? എടാ മണ്ടന്മാരെ, ആ 3 പേര് മരത്തിൽ കെട്ടിവെക്ക്. ഞാൻ പന്നീർ വീട്ടിലേക്ക് പോയിട്ട് ചുറ്റി കാണാൻ പോവുകയാണ്. 3 പേരും അകത്തേക്ക് പോയതും തന്നെ ഒരുപാട് പന്നീർ അവരുടെ മേലിൽ വന്ന് വീണു. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും ആ പന്നീരിന്റെ അടിയിൽ ചെന്ന് കുടുങ്ങി. അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ ചത്തുപോകും തോന്നുന്നു, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എടാ താടിക്കാരാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ജഗ്ഗുവിന്റെ കുടുംബത്തിന് നീ ഒന്നും ചെയ്യില്ലെന്ന് പറയൂ. ഇനി മര്യാദയ്ക്ക് നീ എന്നെ തേടിയിട്ട് വരാനേ പാടില്ല. ശരി ശരി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി ജഗ്ഗുവിന്റെ കുടുംബം മാത്രമല്ല, ഗ്രാമത്തിലുള്ള ആരും ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ വിട്ടേക്ക്. പിന്നീട് തലവന്റെ പുറത്തുണ്ടായിരുന്ന ആ പന്നീർ കാണാതെ പോയി. തലവനും അവന്റെ ആളുകളും ജഗു, മിനി, രാജുവിനെ കെട്ടിയിട്ടിരുന്നത് അഴിച്ചുവിട്ടു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ഇർഫാനും മക്ബൂലും കൂട്ടുകാരാണ്. മക്ബൂലിന് ഒരു ചിക്കൻ കടയുണ്ട്. പക്ഷേ ഇർഫാന് ജോലിയൊന്നും തന്നെ ഇല്ല. എന്താ സുഹൃത്തെ, ഇന്ന് നിനക്ക് ജോലി കിട്ടിയില്ലേ? ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇന്നും ജോലി കിട്ടിയില്ല. ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജന? ഒരു ജോലി പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കെന്നെ അറിയുന്നില്ല.
ഇപ്പോ റുക്സേനെ നോക്കുന്ന ജോലിയും എന്റെ തലയിൽ വന്നു. സുഹൃത്തെ, നീ ഇത്രയും പെട്ടെന്ന് കല്യാണം ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നിനക്ക് പറ്റിപ്പോയി. ജോലി ചെയ്തേ പറ്റൂ, ജോലി കണ്ടേ പറ്റൂ. നിനക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ഏതുപോലെ ചുറ്റുവട്ടാരത്തിലെ കല്യാണം ചെയ്തതെന്ന്. ഞാനങ്ങ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ റുക്സേന അവളുടെ അച്ഛൻ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തേനെ. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഭാരമായത്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ ഇർഫാൻ, നിനക്ക് ഷവർമ ചെയ്യാൻ നന്നായിട്ട് അറിയാലോ. അതെ, നിനക്കൊരു ഷവർമ കട വെച്ചൂടെ? എടാ, കട വെക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമില്ലേ? അതിന് ഞാൻ എവിടെ പോവും? അതിന് ഞാനുണ്ടല്ലോ, ഞാൻ നിനക്ക് കടം തരാം. നിന്റെ ബിസിനസ് കുറച്ച് വളരട്ടെ, എന്നിട്ട് നീ നിന്റെ കടം താ. അതും ശരിയാണ്. ഇർഫാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് റുക്സാനയോട് നടന്നതൊക്കെ പറഞ്ഞു. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഒരു വഴി കിട്ടിയല്ലോ. ഞാൻ വേഗം തന്നെ ഒരു ഷവർമ കട തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് നല്ല വരുമാനം വരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാവും. തീർച്ചയായും. ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. മക്ബൂലിനോട് കാശ് കടം വാങ്ങി ഇർഫാൻ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. അവൻ മക്ബൂലിന്റെ കടയിൽ നിന്ന് തന്നെ ചിക്കൻ വാങ്ങിക്കാനായി ചെന്നു. അങ്ങനെ പതുക്കെ അവന്റെ ഷവർമ കടയും തുടങ്ങി. ചേട്ടാ, ഒരു ഷവർമ തരൂ. ധാരാളം വാങ്ങിച്ചോളൂ. പതുക്കെ പതുക്കെ ഇർഫാന്റെ ഷവർമ കടയിൽ കസ്റ്റമേഴ്സിന്റെ തിരക്ക് അധികരിക്കാൻ തുടങ്ങി. ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട് ചേട്ടാ. പിന്നെ ഉണ്ടാവില്ലേ, ഒക്കെ മസാല വീട്ടിൽ നിന്നുണ്ടാക്കിയതാണ്. വാവ്, അത്ഭുതം തന്നെ. കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട്. ഇർഫാനും ഒരുപാട് സന്തോഷമായി. അതായത് അവന്റെ ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. അവന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് ആകാംക്ഷയോടെ അവിടേക്ക് ഷവർമ കഴിക്കാനായി എത്തും. ഒരാഴ്ചയായപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് കിട്ടിയ കാശ് അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4000 റുപ്യ ലാഭം കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള 2000 റുപ്യ നമ്മുടെ വീട്ടു ചെലവിനും ബാക്കിയുള്ളത് ചെലവിന് വെച്ചോളാം. പിന്നെ ബാക്കിയുള്ള 2000 റുപ്യ മക്ബൂൽ ചേട്ടന് തിരിച്ചു കൊടുക്കണം. അതെ അതെ, അതാണ് ശരി. ഇതേപോലെ തന്നെ നടന്നാൽ മക്ബൂൽ ചേട്ടനടുത്ത് വാങ്ങിയ കടൻ വേഗം തന്നെ കെട്ടാൻ പറ്റും. എന്താ, ശരിയല്ലേ? തീർച്ചയായും. അന്ന് ഇർഫാൻ മക്ബൂലിനോട് ആദ്യത്തെ പലിശ നൽകാനായി ചെന്നു. ഞാൻ വിചാരിക്കുന്നു നിന്റെ കട നന്നായിട്ട് പോകുന്നുണ്ടല്ലേ ഇർഫാൻ? അതെ ചേട്ടാ, ഇതേപോലെ നന്നായിട്ട് പോകുമെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും നടക്കും. നീ ഇതേപോലെ തന്നെ നന്നായിട്ട് ചെയ്യൂ. തീർച്ചയായിട്ടും ചേട്ടാ. ഇർഫാൻ ദിവസവും വൈകുന്നേരം തന്റെ ഷവർമ കട തുടങ്ങും. പിന്നീട് അവൻ തന്റെ കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം എത്താൻ തുടങ്ങും. എനിക്കൊരു ഷവർമ തരൂ. എനിക്കും 2 ഗാർലിക് ഷവർമ പാർസൽ. എനിക്കും ഒരു ഷവർമ. ഇരിക്കൂ, ഇപ്പൊ കൊണ്ടുവരാം. കട ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതുവരെ ഇർഫാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. കസ്റ്റമേഴ്സിന്റെ തിരക്ക് ഒരിക്കലും കുറയില്ലായിരുന്നു. ഓരോ ദിവസവും രാത്രി 10 മണി ആയതും തന്നെ കട ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് ചെന്ന് തനിക്ക് കിട്ടിയ വരുമാനം എണ്ണി നോക്കി ഇർഫാൻ ഒരുപാട് സന്തോഷിച്ചു. സുബൈർ ദിവസവും ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഷവർമ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടല്ലോ. ഞാനൊരു ഷവർമ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഇർഫാൻ ഷവർമ 80 ഉറുപ്പിക്കാണ് വിൽക്കുന്നത്. ഞാൻ അതിനെക്കാട്ടും കുറഞ്ഞ വിലയിലാണ് വിൽക്കാൻ പോകുന്നത്. എന്നാലേ ജനങ്ങളൊക്കെ എന്റെ അടുത്ത് വന്ന് വാങ്ങിക്കും. സുബൈർ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ ഷവർമയുടെ വില കുറയ്ക്കാമെന്ന് ഗൂഢാലോചന ചെയ്തു. ഞാൻ വില കുറഞ്ഞ ചിക്കനാണ് വാങ്ങേണ്ടത്. പിന്നെ വില കുറഞ്ഞ ചിക്കൻ വാങ്ങിക്കാനായി സുബൈർ ഒരുപാട് കടകളിലേക്ക് ചെന്നു. എല്ലാ കടകളിലും അവന് ഒരേ വിലയിലാണ് കിട്ടിയത്. അവസാനം അവൻ അക്രമിന്റെ ഷോപ്പിലേക്ക് ചെന്നു. അക്രം ഒരു 1-ാം നമ്പർ കള്ളനാണ്. ഇതാ നോക്കുമോനെ, എനിക്ക് ദിവസവും 10 കിലോ ചിക്കൻ ആവശ്യമാണ്. പക്ഷെ വില കുറച്ചായിട്ടാ ഇടേണ്ടത്. എന്നാ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? നീ ചത്തുപോയ കോഴിയെ വാങ്ങിച്ചോ. ചത്തുപോയ കോഴീന് കിലോന് ഞാൻ 50 ഉറുപ്പിയെ വാങ്ങിക്കുന്നുള്ളൂ. ചത്തുപോയ കോഴി കൊണ്ട് വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ. അങ്ങനൊന്നുമില്ല. ചത്തുപോയ കോഴിയാണ് നല്ല വ്യാപാരം ഉണ്ടാവുന്നത്. ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലട്ടോ. ഏത് കോഴിയും കഴിക്കുന്നവന് ചത്ത കോഴിയാണോ ഇല്ല വെട്ടിയ കോഴിയാണെന്ന് ആർക്കും അറിയാം. പക്ഷെ ഇതുകൊണ്ട് ആർക്കും ഒരു സൂക്കേടൊന്നും വരില്ലല്ലോ. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നും വരില്ലേ? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിയിൽ അത് കാറ്റിൽ കിട്ടാതെ മരിച്ചു പോകുന്നു. ഇത് കഴിക്കുന്നോണ്ട് വേറെ ഒരു പ്രശ്നം വരില്ല. എന്നാ ശരി, ഈ കച്ചവടത്തിൽ ഞാനുണ്ട്. നീ ദിവസവും 50 ഉറുപ്പിക്ക് 10 കിലോ ചിക്കൻ അങ്ങോ തന്നേക്ക്. പക്കാ. സുബൈർ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. പിന്നീട് അവൻ
ഇർഫാന്റെ ഷവർമ കടയുടെ തൊട്ടടുത്ത് തന്നെ തന്റെ ഷവർമ കട ഓപ്പൺ ചെയ്തു. സുബൈർ ഒരു വലിയ പലകയിൽ വില എഴുതി വെച്ചു. സുബൈർ വെറും 50 രൂപയ്ക്ക് ഷവർമ വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇർഫാന്റെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് കുറച്ചുപേർ അവിടെ വില കുറവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കടയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഇർഫാന്റെ കടയിൽ മാത്രമേ ഷവർമ കഴിക്കാറുള്ളൂ. ചേട്ടാ, നിങ്ങളോടുള്ള ഷവർമ ടേസ്റ്റ് അവിടെ കിട്ടുന്നില്ല കേട്ടോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഒരു ഷവർമ 50 റുപ്യനുള്ളിൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിൽക്കുന്നു. അതും ശരിയാണ്. പക്ഷേ ആരാണ് ദിവസം അത് കഴിക്കുന്നോ അവര് നിന്റെ അടുത്ത് വന്നേ കഴിക്കുള്ളൂ. നീ വിഷമിക്കണ്ട. അതെ, എനിക്ക് അള്ളാന്റെ മേലെ വിശ്വാസമുണ്ട്. അന്ന് ഇർഫാൻ മക്ബൂൽ ബായെ കണ്ടു. എന്തു പറ്റി ഇർഫാൻ? ഇന്ന് നിന്റെ മുഖം വല്ലാതെ മാറ്റമുണ്ടല്ലോ. എന്തു പറ്റി? എന്ത് പറയാനാ ചേട്ടാ, സുബൈർ വന്നിട്ട് ഒരു ഷവർമ കടയും തുടങ്ങി. പിന്നെ ഷവർമയ്ക്കാണെങ്കിൽ 50 റുപ്യക്കാണ് വിൽക്കുന്നത്. ഇത്രയും കുറഞ്ഞ വിലയിൽ എങ്ങനെ? അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ. അവൻ എന്തോ ഒരു കള്ളക്കളി ചെയ്യുന്നു തോന്നുന്നു. അതെന്താന്ന് കണ്ടുപിടിക്കണം. പക്ഷേ എങ്ങനെ? നീ എന്റെ കൂടെ വാ. അന്ന് ഇർഫാനും മക്ബൂലും സുബൈറിനെ ഫോളോ ചെയ്തു പോയി. അപ്പോഴാണ് സുബൈർ അക്രമിന്റെ ചിക്കൻ കടയിലേക്ക് പോയത് അവർ ശ്രദ്ധിച്ചത്. ഇപ്പൊ മനസ്സിലായി. എന്ത്? അക്രം ഒരു വല്ലാതെ മോശക്കാരനാണ്. ഇവൻ സുബൈറിന് വില കുറഞ്ഞ കോഴീനാണ് കൊടുക്കുന്നത്. എല്ലാം ഒരു ചത്ത കോഴിയായിരിക്കും. പക്ഷേ ഇത് നല്ലതല്ലല്ലോ. ജനങ്ങൾ ഇതൊക്കെ കഴിച്ചാൽ എന്തായാലും സൂക്കേടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ സുബൈറെയും അക്രമിനെയും തടുത്തു നിർത്താമെന്ന്. അപ്പോഴാണ് മക്ബൂലിന് ഓർമ്മ വന്നത്. അതായത് അവരുടെ ഇലാക്കയിൽ ഒരു ഫുഡ് ഇൻസ്പെക്ഷൻ ഓഫീസ് ഉണ്ട്. അവിടെ ഫുഡിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് നമുക്ക് നൽകാം. നമ്മൾ ഫുഡ് ഇൻസ്പെക്ടറിന് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ശരി. ഇർഫാനും മക്ബൂലും ഫുഡ് ഓഫീസിലേക്ക് ചെന്നു. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന വലിയ ഓഫീസറിനോട് സുബൈറിന്റെ കള്ളത്തരത്തെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു. നമുക്ക് ആ ഷവർമയെ ചെക്ക് ചെയ്യണം. സുബൈറിന്റെ ഷവർമ കടയിലേക്ക് ഫുഡ് ഓഫീസർ വന്നു. എന്നിട്ട് ആ കടയിലുണ്ടായിരുന്ന ചിക്കനും റൊട്ടിയും അവർ ടെസ്റ്റ് ചെയ്തു നോക്കി. സാർ, എന്തെങ്കിലും നമുക്കൊരു സെറ്റിൽമെന്റ് ചെയ്യാം. നീ ജനങ്ങളുടെ ജീവിതത്തിലാണ് കളിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് നീ കൈക്കൂലി തരാൻ നോക്കുന്നോ? ഓഫീസർ സാമ്പിൾ എടുത്തു. എന്നിട്ട് ടെസ്റ്റ് ചെയ്തു. സാർ, ഈ ചിക്കൻ ഒന്നും കഴിക്കാനേ പറ്റില്ല. ഇത് കഴിക്കുന്നോണ്ട് ജീവൻ തന്നെ പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇവനെ പോലീസിലേക്ക് അറസ്റ്റ് ചെയ്തേക്ക്. പോലീസ് സുബൈറിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അവർ അക്രമിനെയും അറസ്റ്റ് ചെയ്തു. എല്ലാവർക്കും സുബൈറിന്റെ കള്ളത്തരം മനസ്സിലായി. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം നല്ലവനായ ഇർഫാന്റെ കടയിലേക്ക് ആളുകൾ തിരിച്ചെത്തി. ഇർഫാന്റെ കഷ്ടവും കുറയാൻ തുടങ്ങി. പിന്നെ അത്യാഗ്രഹിയായ സുബൈറിന് അവൻ ചെയ്തതിന്റെ ശിക്ഷയും ലഭിച്ചു. എപ്പോഴും ഓർമ്മ വെച്ചോളൂ, ഏതൊരു വസ്തുവും വില ഒരുപാട് കുറവായിരുന്നാൽ അതിന്റെ തരത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകും. ലഖൻപുരം എന്ന ഗ്രാമത്തിലാണ് സുഷമ തന്റെ ഭർത്താവും മക്കളുമൊത്ത് ജീവിച്ചിരുന്നത്. അവളുടെ ഭർത്താവിന് നടക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് അവളാണ്. വീട്ടുചെലവിനും മറ്റു കാര്യങ്ങൾക്കുമായി അവൾ തന്റെ അനന്തരവനോടൊപ്പം പുറത്തൊരു ജിലേബി കടയാണ് നടത്തിയിരുന്നത്. കരണാണെങ്കിൽ ഒരു വഴക്കാളിയും താന്തോന്നിയുമായ ഒരു മനുഷ്യനായിരുന്നു. എല്ലായ്പ്പോഴും ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. എല്ലാവരോടും എപ്പോഴും ദേഷ്യമായിരുന്ന അവന് തന്റെ അമ്മാവന്റെ സ്വത്തും പണവും കൈക്കലാക്കാനായിരുന്നു ഉദ്ദേശം. മോനെ കരണേ, നീ ഇന്ന് പോയിട്ട് ആ കടയൊന്ന് തുറക്കണം. എനിക്കിവിടെ വേറെ കുറച്ച് പണികളുണ്ട്. ഞാനൊന്നും പോയി തുറക്കാൻ പോകുന്നില്ല. മാമി എന്താ എന്നെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിക്കാനാണ് ഉദ്ദേശം? മാമിക്ക് നാണാവുന്നില്ലേ? ഞാൻ നിന്നോട് പാറ പൊട്ടിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ കടയൊന്ന് പോയി തുറക്കാനല്ലേ പറഞ്ഞുള്ളൂ. കാരണം അവിടുന്ന് ദേഷ്യത്തിൽ കട തുറക്കാനായിട്ട് പോയി. ചേട്ടാ, എനിക്ക് ജിലേബിയോടൊപ്പം തൈരും കൂടി വേണം. നീ ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് എന്റെ കയ്യിൽ നിന്ന് തൈര് വാങ്ങുന്നത്. പൊക്കോ, ഇനി ഞാൻ തരാൻ പോകുന്നില്ല. തനിക്ക് എന്നോട് വഴക്കുണ്ടാക്കിയാൽ മാത്രം മതിയോ? എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പണി? അവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നതിനിടയിലാണ് സുഷമ അങ്ങോട്ടേക്ക് വന്നത്. ആന്റി, ഇത് കണ്ടില്ലേ? ഇയാളൊരു കാര്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കുക. ഇവിടെ നിൽക്കുന്നതേ മണ്ടത്തരമാണ്. ഞാൻ പോന്നു. മാമി വേറെ ആളെ നോക്കിക്കോ. കരൺ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അന്നു മുഴുവൻ സുഷമ കടയിലെ ജോലികൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. രാത്രിയിൽ വീട്ടിൽ വന്ന ശേഷം തന്റെ ഭർത്താവ് രാമകൃഷ്ണനോട് സകല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? എനിക്കറിയാം സുഷമ, ഞാൻ അവനോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ.
എന്തായാലും ചെയ്യണം, വളരെ പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. കരനോട് സംസാരിക്കുന്നതിനു വേണ്ടി രാമകൃഷ്ണൻ അവനെ ഉറക്കി വിളിച്ചു. എന്നാൽ അവനപ്പോ തന്റെ ഫ്രണ്ട്സിനൊപ്പം പാർട്ടിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു. എനിക്കിവിടെ ഇങ്ങനെ പണിയെടുത്ത് ചാവാൻ വയ്യ. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇന്ന് രാത്രി ഒരു പാർട്ടിക്ക് പോണം. രാവിലെ തിരിച്ചു വരാം. ചിലപ്പോ വൈകുന്നേരം ആവും. എന്നെ അന്വേഷിക്കാനൊന്നും വരണ്ട. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് ഞാൻ കടയിൽ തനിച്ചായിരുന്നു. നാളെയും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. പിറ്റേന്ന് രാത്രി ഒരുപാട് വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അമ്മാവന്റെ സകല സ്വത്തുക്കളും തന്റെ പേരിലാക്കാനുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടാണ് അവൻ വന്നത്. അമ്മാവാ, ദാ ഇത് കണ്ടില്ലേ, ഇതിലൊന്ന് സൈൻ ചെയ്യണം. എന്റെ കോളേജിലെ റിസൾട്ടാ. ആണോ മോനെ, കൊണ്ടുവാ, ഞാൻ ഇപ്പോ തന്നെ ഒപ്പിട്ട് തരാം. ആ സമയത്താണ് സുഷമ അവിടേക്ക് വന്നത്. തന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മുദ്രപത്രം കണ്ട് അവൾ ചോദിച്ചു, നിക്ക് നിക്ക്, നിങ്ങൾ ഇതെന്തായി ചെയ്യുന്നേ? ഞാൻ അവന്റെ കോളേജിലെ റിസൾട്ടിൽ ഒന്ന് ഒപ്പുവെച്ചതല്ലേ. ഇത് അവന്റെ കോളേജിലെ പേപ്പർ ഒന്നുമല്ല, നമ്മുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ഡോക്യുമെന്റ്സാ. നീ എന്താ പറഞ്ഞേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നില്ല അമ്മായിക്ക്? സുഷമയും രാമകൃഷ്ണനും കരണിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് വല്ലാതെ വിഷമിച്ചു. എങ്കിലും അവനെ അവരുടെ വീട്ടിൽ നിന്നും അന്ന് തന്നെ പുറത്താക്കി. എന്നിട്ട് സുഷമ ഒറ്റയ്ക്ക് തന്നെ ജിലേബി കച്ചവടം തുടർന്നു. ഞാൻ ഇനി കുറച്ച് നേരത്തെ വരണം, രാത്രിയിൽ വൈകി അടയ്ക്കാൻ വേണം. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ലാഭം കിട്ടും. സുഷമ രാത്രിയും പകലും അധ്വാനിച്ച് തന്റെ ആ ജിലേബി കച്ചവടം കൊണ്ടുപോവുകയായിരുന്നു. ഈ കടയിലെ കച്ചവടം നശിപ്പിച്ചേ മതിയാവും. ഇവരാണ് സ്വത്ത് കൈക്കലാക്കാൻ തടസ്സമായത്. ഇവരില്ലായിരുന്നുവെങ്കിൽ കടയുടെയും വീടിന്റെയും മുതലാളി ഞാനായിരുന്നേനെ. ഒരു കാര്യം ചെയ്യാം, ജിലേബിയുടെ ഉള്ളിൽ പിരിഞ്ഞ പാലിന്റെ പനീർ എടുത്തിടാം. ജിലേബി പിന്നെ ഒരു മനുഷ്യൻ കഴിക്കില്ല. കരൺ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പാൽ പിരിച്ചെടുത്ത പനീർ, അതും ഒരൽപ്പം പുളിയുള്ളത്, ജിലേബി മാവിന്റെ വലിയ പാത്രത്തിൽ കൊണ്ടിട്ടു. ചേച്ചി, എനിക്ക് കുറച്ച് ജിലേബി വേണമായിരുന്നു. അതിനെന്താ, നല്ല ചൂടൻ ജിലേബി ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. സുഷമ ഒന്നും അറിയാതെ പനീർ ചേർത്ത മാവ് കൊണ്ട് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ജിലേബി ഉണ്ടാക്കി വന്നപ്പോ ചുവന്ന നിറത്തിനു പകരം വെളുത്ത നിറത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതെന്ത് തമാശയാ ചേച്ചി, നിങ്ങളോട് ഞാൻ ജിലേബി ചോദിച്ചപ്പോ ജിലേബിയുടെ രൂപത്തിലുള്ള മധുരമുള്ള പനീർ തന്നിരിക്കുന്നു. ഇത് കാണാൻ ശരിക്കും ജിലേബി പോലെ ഉണ്ട്, പക്ഷെ ജിലേബി അല്ല. ഇതെങ്ങനെ സംഭവിച്ചു? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ സ്ത്രീ കടയിൽ നിന്നും ദേഷ്യത്തോടെ പോകുന്നത് കരൺ കണ്ട് അവന് സന്തോഷം തോന്നി. ആ സ്ത്രീ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇനി ഇവര് മനസ്സിലാക്കും കരണുമായി കളിച്ചാലുള്ള അനന്തരഫലം എന്തായിരിക്കുമെന്ന്. അപ്പോഴവിടേക്ക് രാമകൃഷ്ണൻ തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളോടൊപ്പം വന്നു. സുഷമാ, നോക്കൂ, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. നിന്നെ കാണാനും നമ്മുടെ കടയിലെ ജിലേബി തിന്നാനുമാ വന്നിരിക്കുന്നത്. ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യം. അതെ, ഞാൻ നിങ്ങളുടെ ജിലേബിയെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അതെ, ഞാനും. പിന്നെ ഞങ്ങൾ 400 കിലോമീറ്റർ ദൂരെ നിന്നാണ് രാമുവിനെ കാണാൻ വന്നിരിക്കുന്നത്. സുഷ്മയ്ക്ക് ജിലേബിയിൽ പനീർ വീണിരിക്കുന്ന കാര്യം ഓർമ്മ വന്നു. എങ്കിലും തന്റെ അതിഥികളെ മുഷിപ്പിക്കാതിരിക്കാനായി ആ മാവ് കൊണ്ട് തന്നെ നല്ല ചൂടൻ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തു. നിങ്ങളുടെ കടയിലെ ജിലേബി കുറച്ച് വ്യത്യസ്തമാണല്ലോ. എനിക്ക് തോന്നുന്നു സുഷമ എന്ന് പുതിയ രീതിയിലാ ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. ഇത് കാണാൻ വെളുത്തതാണെങ്കിലും നല്ല സ്വാദുള്ളതാണ്. അവരാ ജിലേബി കഴിച്ചു തീരുന്നതിന് മുൻപ് തന്നെ കരൺ അവിടേക്ക് വന്നു. ആ, തിന്നോളൂ തിന്നോളൂ. ഇവരുടെ ജിലേബി തിന്ന ഒരുപാട് പേര് ഇവിടം വിട്ടു പോയതാ. ഇനിയിപ്പോ നിങ്ങളും ഇവിടെ നിന്ന് ഓടിക്കോളും. ഇതെന്റെ അനന്തരവനാ. ഇവൻ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ജിലേബി കഴിച്ചോളൂ. അങ്ങനെ രാമകൃഷ്ണന്റെ സുഹൃത്തുക്കൾ ആ ജിലേബി കഴിക്കാൻ തുടങ്ങി. പനീർ ചേർത്ത ആ ജിലേബി കഴിച്ച് അവർ രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് ചേച്ചി. എന്തു സ്വാദുള്ള ജിലേബിയാണിത്. ജിലേബിയേക്കാൾ കൂടുതൽ ഇതിലെ മധുരമാ മുന്നിൽ നിൽക്കുന്നത്. സത്യമായും ജിലേബി അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കടയുടെ പേര് മാറ്റി പനീർ ജിലേബി എന്നാക്കുന്നതാ നല്ലത്. അത് നിങ്ങളുടെ കച്ചവടത്തിന് വലിയ ലാഭം ഉണ്ടാക്കി തരും. ആണോ? ശരിക്കും എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇത് നന്നായിട്ടുണ്ടെന്നോ? അവർ പറഞ്ഞത് കേട്ടിട്ട് വിശ്വാസം വരാതിരുന്ന കരൺ അവൻ തന്നെ മാറ്റം വരുത്തിയ ആ പനീർ മാവ് കൊണ്ടുണ്ടാക്കിയ ജിലേബി കഴിച്ചു നോക്കി. അവനത് ശരിക്കും ഇഷ്ടപ്പെട്ടു. അല്ല, ഇത് ശരിക്കും നല്ലതാണല്ലോ. ഇതിന് നിങ്ങൾ അവരെയല്ല പ്രശംസിക്കേണ്ടത്. ഈ പനീർ ജിലേബി ഞാൻ ഉണ്ടാക്കിയതാ. ഈ ജിലേബി മാവിൽ പനീർ ഇട്ട് നോക്കിയത് ഞാനാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്റെ ഐഡിയ? സുഷമയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോഴവൾ പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ ഈ കട എങ്ങനെയെങ്കിലും അടപ്പിക്കാൻ ആഗ്രഹം, എന്നിട്ട് ഞങ്ങൾ റോഡിൽ ഇറങ്ങി തെണ്ടണം അല്ലേ? സുഷമ, ഇങ്ങനെയൊക്കെ വിരുന്നുകാർക്ക് മുമ്പിൽ പറയാൻ പാടില്ല.
അതിഥികൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ കരൺ തന്റെ അമ്മാവൻ രാമകൃഷ്ണനോട് പറഞ്ഞു. അമ്മാവാ, നിങ്ങൾ എനിക്ക് സ്വത്തും ഭൂമിയും ഒന്നും തന്നില്ല. പോട്ടെ, ഞാൻ ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ കട എനിക്കിങ്ങ് തന്നാ മതി. ഞാൻ ഇനി ഇവിടെ ഈ പനീർ ജിലേബി കച്ചവടം ചെയ്തോളാം. നിനക്ക് ഈ കട തരുന്നതില് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിനക്ക് ഈ കട നന്നായി കൊണ്ടുനടക്കാൻ സാധിക്കുമോ? നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഈ ജിലേബി കട നന്നായി നടത്തുന്നില്ലെങ്കിൽ ഇതെന്റെ കയ്യിൽ നിന്ന് തിരികെ എടുത്തോളൂ. ശരി മോനെ, നീ പറയുന്നത് പോലെ ചെയ്യാം. കരൺ രാവും പകലും അധ്വാനിച്ച് തന്റെ ആ ജിലേബി ഷോപ്പ് നന്നായി കൊണ്ടുപോകാൻ തുടങ്ങി. എന്നാൽ കരണിന്റെ ഒരു സുഹൃത്ത് അവന് കരണിലുണ്ടായ ഈ മാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കരണിന്റെ ജിലേബി ഷോപ്പിലേക്ക് വന്നു. വാടാ കരൺ, ഒന്ന് കറങ്ങിയിട്ട് വരാം. എനിക്ക് നിങ്ങൾക്കൊപ്പം വരാൻ പറ്റില്ല. എനിക്കെന്റെ കച്ചവടം നോക്കാനുണ്ട്. അമ്മാവനും അമ്മായിയും എന്നെ വിശ്വസിച്ച് കട ഏൽപ്പിച്ച് തന്നതാ. അവർ രണ്ടാളും പറയുന്നത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് കരണിന്റെ സുഹൃത്തുക്കൾക്ക് അവനോട് ദേഷ്യം വന്നു. അവർ ആ കട നശിച്ചു പോകുന്നതിനുള്ള വഴി ആലോചിച്ചു. എന്നിട്ട് അതിനുവേണ്ടി ഒരു മന്ത്രവാദിയുടെ അരികിൽ ചെന്ന് ആ കട നശിക്കുന്നതിനുള്ള ദുർമന്ത്രവാദം ചെയ്യാൻ പറഞ്ഞു. ഒരു ദിവസം കരൺ കടയിലില്ലാതിരുന്ന ആ സമയത്ത് ആ മന്ത്രവാദി കൊടുത്ത ഒരു ചെറിയ ഏലസ് ചരടിൽ കെട്ടി അവന്റെ കടയിൽ കൊണ്ടുപോയി വെച്ചു. ഇനി കാണാം കളികൾ. ഇത്രയും നാൾ ഒന്നിച്ച് നടന്നിട്ട് ഇപ്പൊ അവൻ അങ്ങനെ ഒറ്റക്ക് നന്നാവണ്ട. ഈ ഏലസ് ഇവിടെ എങ്ങനെ വന്നു? എനിക്ക് തോന്നുന്നു സുഷമ വെച്ചതാണെന്ന്. ഏതായാലും ഇതെന്റെ കയ്യിൽ കെട്ടി നോക്കാം. ആ ഏലസ് രാമകൃഷ്ണൻ എടുത്തതും അയാൾക്ക് തന്റെ വീൽചെയറിൽ നിന്നും തനിയെ എഴുന്നേൽക്കാനായി സാധിച്ചു. എന്നുവെച്ചാൽ ആ ഏലസിലൂടെ അയാൾക്ക് നന്മയാണ് വന്നത്. അയാൾ അവിടെ മാകെ ഓടി നടക്കാൻ തുടങ്ങി. ഇതെന്താ, എനിക്ക് നടക്കാൻ കഴിയുന്നെന്നോ? എന്റെ കാലുകൾ ശരിയായല്ലോ. ഇത് ഫലസിദ്ധിയുള്ള ഒരു ഏലസാണല്ലോ. ഭഗവാനെ, അങ്ങേക്ക് 1000 നന്ദി. അവിടെ നിന്നും ഒരൽപ്പം മാറി ഇതെല്ലാം കണ്ടോണ്ടു നിന്ന കരണിന്റെ സുഹൃത്ത് ആകെ അത്ഭുതപ്പെട്ടു. ഉടനെ തന്നെ ഓടി ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു. ആ മന്ത്രവാദി അവനോട് പറഞ്ഞു, നിനക്കിതെങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിഞ്ഞു? നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരോട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്ന് ആ കടയിൽ ഒരു പെൺകുട്ടി എന്റെ വിശപ്പടക്കിയിരുന്നു. എനിക്ക് ജിലേബി തന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് ഈ ഉപകാരം ചെയ്തു. ഇനി മുതൽ അവരുടെ പനീർ ജിലേബി ആരൊക്കെ കഴിക്കുന്നുവോ അവരെല്ലാം സന്തുഷ്ടരായി മാറും. അവരുടെ രോഗങ്ങളും സുഖപ്പെടും. എന്നോട് ക്ഷമിച്ചാലും ബാബ, എന്റെ മനസ്സ് നിറയെ ദുഷ്ടചിന്തകളായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന ജിലേബികൾ വളരെ നന്നായി തന്നെ വിറ്റുപോകാൻ തുടങ്ങി. അത് കഴിക്കുന്നവരുടെ അസുഖങ്ങളാണെങ്കിലോ അതും മാറാൻ തുടങ്ങി. കരണിന്റെ അധ്വാനം കണ്ട് അവന്റെ അമ്മാവനും അമ്മായിയും ഒരുപാട് സന്തോഷിച്ചു. അവരൊരുമിച്ച് സന്തോഷമായി ജീവിച്ചു.